മോദി കന്യാകുമാരിയിലെത്തി വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കാനുള്ള സമയമാണ്. ബോട്ട് മാർഗം ഇപ്പോൾ വിവേകാനന്ദ പാറയിലേക്ക് അദ്ദേഹം പോയി. ഭഗവതി അമ്മൻ ക്ഷേത്രത്തിൽ ഭഗവതി അമ്മൻ കോവിലിൽ ദർശനം നടത്തി. തൊട്ടു മുമ്പ് 5:15 കൂടിയാണ് പ്രധാനമന്ത്രി കന്യാകുമാരിയിലെത്തിയത്. തിരുവനന്തപുരത്തും ഹെലികോപ്റ്റർ മാർഗം. ഓക്കെ അരുൺ, എനിക്ക് തോന്നുന്നു അരുൺ വീണ്ടും ത്രിവേണി സംഗമ ഭാഗത്തേക്ക് നീങ്ങുകയാണ്. ഒരുപാട് സഞ്ചാരികൾ വരുന്ന സമയമാണ്, വലിയ തിരക്ക് അനുഭവപ്പെടുന്ന സമയമാണ് ഇപ്പോൾ കന്യാകുമാരിയിൽ. ഈ അത്തരത്തിൽ ഈ ജനത്തിരക്കുള്ളൊരു സമയം കൂടി ആയതുകൊണ്ട് വലിയ പ്രശ്നം അല്ലെങ്കിൽ വലിയ തോതിൽ നിയന്ത്രണം ഏർപ്പെടുത്തുകയൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യമില്ലേ അവിടെ? പൂർണ്ണമായും ഈ കടപ്പുറത്തേക്കുള്ള കന്യാകുമാരി തീരത്തേക്കുള്ള നിയന്ത്രണങ്ങൾ പോലീസ് മാറ്റി എന്ന് വേണം. നമുക്ക് വളരെ വ്യക്തമായ ആളുകൾ വളരെ സ്വാതന്ത്ര്യത്തോടെ ഇവിടെ സഞ്ചരിക്കുന്ന കാണാം. നേരത്തെയൊന്നും ഒരാൾക്ക് പോലും കടന്നു പോകാൻ കഴിയാത്ത തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ പൂർണ്ണമായും അതിന് അയവ് വന്നിരിക്കുന്നു. ആളുകൾ ഇവിടേക്ക് ഈ കന്യാകുമാരി തീരത്തേക്ക് ത്രിവേണി സംഗമത്തിലേക്ക് ആളുകൾക്ക് പ്രവേശനമുണ്ട്. ഇതിനപ്പുറം പാറയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടേക്ക് ആർക്കും പ്രവേശനമില്ല. മത്സ്യബന്ധനത്തിന് നേരത്തെ തന്നെ ഇവിടെ നിയന്ത്രണം വരുത്തി. നമ്മൾ കുറച്ചുകൂടി അടുത്ത ദൃശ്യങ്ങളിലേക്ക് അവിടേക്ക് എത്താനാകുമെന്ന് കരുതുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാനമിരിക്കുന്ന വിവേകാനന്ദ പാറയുടെ സമീപത്തേക്ക് അല്ലെങ്കിൽ അതിന്റെ അടുത്ത ദൃശ്യങ്ങൾ നമുക്ക് കാണിക്കാവുന്ന ഇടത്തേക്ക് നമ്മൾ അല്പസമയത്തിനകം എത്തും. ഇവിടെ ഇപ്പോൾ ഏകദേശം ടൂറിസ്റ്റുകൾ, വിനോദസഞ്ചാരികൾ ഇവിടെ ഉണ്ട്, മറ്റു കച്ചവടക്കാർ ഇവിടെ ഉണ്ട്. ഒരു തരത്തിലുള്ള നിയന്ത്രണവും ഈ ഘട്ടത്തിൽ ഇവിടെ ആരും ഏർപ്പെടുത്തുന്നില്ല. പ്രധാനമന്ത്രി വിവേകാനന്ദ പാറയിലേക്ക് എത്തും വരെയായിരുന്നു ആ ഒരു ക്രമീകരണം. അദ്ദേഹം ഇവിടെ എത്തിയ ശേഷം കൃത്യമായി അവിടെ പ്രധാനമന്ത്രി ഇവിടെ എത്തിയ അതായത് വിവേകാനന്ദ പാറയുടെ കുറച്ചുകൂടി അടുത്ത ദൃശ്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് ലഭ്യമാക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം ബോട്ട് മാർഗം വിവേകാനന്ദ പാറ എത്തിയ ശേഷം ഒരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഇവിടെ ആളുകൾക്ക് ഏർപ്പെടുത്തുന്നില്ല. എല്ലാവരെയും ഇവിടേക്ക് കടന്നു വരാനുള്ള അനുവാദം സുരക്ഷാ ഉദ്യോഗസ്ഥർ നൽകുന്നുണ്ട്. സാധാരണ ഒരു വിനോദസഞ്ചാര സീസണിലുള്ളതിൽ അത്രയും തിരക്ക് ഇവിടെ ഇപ്പോൾ കാണാനാവുന്നെങ്കിലും വളരെ വലിയ വി അരുണാണ് കന്യാകുമാരിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിലുണ്ട്. അരുൺ തുടരാം, ഇടയ്ക്കൊന്ന് ഒരു തടസ്സം സംഭവിച്ചതാണ്. അതുതന്നെയാണ് ഇവിടെ സാധാരണ പോലെയായി ഇപ്പോൾ ഇവിടുത്തെ സഞ്ചാരികൾക്കുള്ള ഇവിടെയുള്ള അനുമതിയൊക്കെ ആർക്കും അവിടേക്ക് പോകാനുള്ള ഈ തീരത്തേക്ക് ത്രിവേണി സംഗമത്തിലേക്ക് എത്താനുള്ള തടസ്സമില്ല. വിവേകാനന്ദ പാറയിൽ മാത്രമാണ് ഇപ്പോൾ നിയന്ത്രണങ്ങളുള്ളത്. വിവേകാനന്ദ പാറയിൽ മാത്രമാണ് ആർക്കും കടന്നുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഈ ഘട്ടത്തിൽ ഉള്ളത്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലേക്കും ആളുകൾക്ക് കാണാം. ഒരുപക്ഷെ ഇന്ന് വിവേകാനന്ദ പാറയിലേക്ക് പോകാൻ കഴിയില്ലെങ്കിൽ വിവേകാനന്ദ പാറയിൽ പ്രധാനമന്ത്രി ഉള്ളപ്പോൾ അതും ഒരു വിനോദസഞ്ചാര മാർഗമായി ആളുകൾ കാണുന്നുണ്ടാകാം. അതും ഒരു അപൂർവ അവസരമായി ആളുകൾ കാണുന്നുണ്ടാകുമെന്ന് ഉറപ്പാണ്. ആളുകൾ ഇവിടെയൊക്കെ എത്തുന്നുണ്ട്. നമുക്ക് വിവേകാനന്ദ പാറയുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെയും ഇതിന്റെ കരയിലുണ്ട്. പക്ഷേ അങ്ങോട്ടേക്ക് ആർക്കും പോകാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ഇതിന് ചുറ്റും ഇന്ത്യയുടെ സേനകൾ വലിയ സുരക്ഷ ഒരുക്കുന്നത് കൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള സുരക്ഷാ വീഴ്ചകളും ഉണ്ടാകില്ലെന്ന ഉറപ്പ് അവർക്കുണ്ട്. അതുകൊണ്ടാകാം ഒരുപക്ഷെ ഇവിടേക്ക് ആളുകളെ കൂടുതൽ കടത്തിവിടുന്നത്. ഇവിടം വരെ അതിന് നിരോധനമുള്ളത്. അതിനപ്പുറത്തേക്ക് ആർക്കും പോകാൻ കഴിയില്ല. ഈ പാറയ്ക്ക് ചുറ്റുമുള്ള പ്രദേശം പൂർണ്ണമായും സുരക്ഷാ സേനകളുടെ നിയന്ത്രണത്തിലാണ്. അവിടേക്ക് ആർക്കും കടന്നു വരാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. പക്ഷേ ഇവിടെ ഈ ഭാഗത്ത് ഇപ്പോൾ സഞ്ചാരികൾക്ക് യഥേഷ്ടം ഇവിടെ എത്താനുള്ള അവസരവും അധികാരികൾ നൽകുന്നുണ്ട്. എഴുതോ റൈറ്റ്. വി അരുണാണ് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. എന്താണെങ്കിലും വരും ദിവസങ്ങളിലും വി അരുൺ അവിടെ നിന്ന് വിവരങ്ങൾ നൽകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിൽ ധ്യാനത്തിനായെത്തി. അല്പം മുമ്പാണ് വിവേകാനന്ദ പാറയിലേക്ക് പ്രധാനമന്ത്രി എത്തിയത്.